സ്റ്റഡി സ്മാർട്ട് നോട്ട് ജസ്റ്റ് ഹാർഡ്. റെഗുലർ എക്സാം നടക്കുന്നതിന്റെ കൂടെ തന്നെയാണ് നിങ്ങളുടെ സപ്ലിമെന്ററി എക്സാം ഇപ്പോൾ വന്നേക്കുന്നത്. ഒരു ദിവസം പഠിക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ, അപ്പൊ അത് രജിസ്റ്റർ ചെയ്യണോ? എന്തായാലും അതൊന്നും ഓർമ്മ വരാൻ പോകുന്നില്ല. ഇപ്പം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടെ ഹൈ ആവും. ഹേ ഗൈസ്, ദിസ് ഈസ് ചാർലി ബോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പൊ ഇന്നത്തെ എന്റെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ സപ്ലി എക്സാം പ്രിപ്പറേഷൻ ടൈം ടേബിൾ ചെയ്യാവോ എന്ന് ചോദിച്ച് കുറെ പേര് കമന്റ് ഇട്ടിരുന്നു. ഞാൻ എക്സാം പ്രിപ്പറേഷൻ ടിപ്സ് വീഡിയോ ചെയ്തപ്പോഴേക്കും, അപ്പം ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക, അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇന്നത്തെ എൻ്റെ വ്ളോഗ് റെഗുലർ എക്സാംസിൻ്റെ കൂടെ തന്നെ സപ്ലി എക്സാംസും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതിൻ്റെ കുറച്ച് ടിപ്സ് ആണ്. അപ്പം ഈ ഒരു വീഡിയോയും എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ലാസ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യമേ തന്നെ ടിപ്പ് നമ്പർ 1 പോവാം. ടിപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ പ്രിപ്പയർ യുവർ ടൈം ടേബിൾ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും, റെഗുലർ എക്സാം നടക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് നിങ്ങളുടെ സപ്ലിമെൻ്ററി എക്സാം ഇപ്പോൾ വന്നേക്കുന്നത്. അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് റെഗുലർ എക്സാം ആണെങ്കിൽ നാളെ നിങ്ങൾക്ക് സപ്ലി, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേർക്ക്. ഇപ്പം നിങ്ങൾ തന്നെ കമൻറ്റ് ഇട്ട് ചോദിച്ചിരുന്നു, ഒരു ദിവസം പഠിക്കാനുള്ള ഗ്യാപ്പേ ഉള്ളൂ, അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യണോ? അങ്ങനെയൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ എഴുതി വെക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ദിവസം ഗ്യാപ്പ് കിട്ടും നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് പഠിക്കാന്നുള്ളത്. ഇപ്പം മാത്സ് പോലത്തെ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ദിവസം കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ സപ്ലിമെന്ററി എക്സാം രജിസ്റ്റർ ചെയ്യാൻ. അല്ലാതെ വെറുതെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഒരു അറ്റംപ്റ്റ് കളയുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പം നിങ്ങൾക്ക് തന്നെ കിട്ടൂല എന്ന് തോന്നുവാണെങ്കിൽ വെറുതെ അത് രജിസ്റ്റർ ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യമേ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ടൈം ടേബിൾ എഴുതിയിട്ട് രണ്ടിൻ്റെയും ടൈം ടേബിൾ അടുപ്പിച്ച് തന്നെ എഴുതാം. എന്നിട്ട് അതിൻ്റെ നേരെ തന്നെ എത്ര നിങ്ങൾക്ക് ഗ്യാപ്പ് വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ള കാര്യം എഴുതി വെക്കാം. ടിപ്പ് നമ്പർ 2 എന്താന്ന് വെച്ചാൽ പ്രയോറിറ്റൈസ് യുവർ പ്ലാൻ. അതായത് ഇപ്പോൾ നിങ്ങൾ ടൈം ടേബിൾ എല്ലാം എഴുതി വെച്ചല്ലോ, ഇനി ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, S2 ഇരിക്കേണ്ട സമയത്ത്, S2 നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് S2 റെഗുലർ എക്സാംസിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ S1 സപ്ലിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പം ചിലരുടെയൊക്കെ ഒരു മെന്റാലിറ്റി എന്താണെന്ന് വെച്ചാൽ സപ്ലി എങ്ങനെയെങ്കിലും ക്ലിയർ ആക്കാൻ സപ്ലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് സപ്ലി പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ റെഗുലർ എക്സാം, S2 റെഗുലർ എക്സാം വിട്ടിട്ടായിരിക്കും ചിലപ്പോൾ സപ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെറുതെ നമുക്ക് S2 സെമ്മിലും ഒരു സപ്ലി വരും. ഇപ്പം നമ്മൾ S1 സപ്ലി ഇപ്പം എന്തായാലും വന്നുപോയി, അതിനെ ഒന്നും ചെയ്യാനില്ല. അപ്പം S2 സപ്ലി വരാതെ ആ ഒരു സെമ്മ് ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഇത് നമുക്ക് എപ്പോഴെങ്കിലും എഴുതിയെടുത്താൽ മതിയല്ലോ. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ റെഗുലർ എക്സാംസിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇന്ന് നിങ്ങൾക്ക് റെഗുലർ എക്സാം വന്നു, നാളെ സപ്ലി ഉണ്ട്. അപ്പം ഇന്നത്തെ റെഗുലർ എക്സാം ഇപ്പം ഈസി ഉള്ള സബ്ജക്റ്റ് ആയിക്കോട്ടെ, എന്നാലും നിങ്ങൾ ആ ഒരു സംഭവത്തിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അപ്പം അതാണ് പ്രയോറിറ്റൈസ് യുവർ പ്ലാൻ എന്ന് പറഞ്ഞത്. എപ്പോഴും നിങ്ങൾ റെഗുലർ എക്സാംസിന് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. കാരണം വന്ന സപ്ലി എന്തായാലും ആ സപ്ലി എന്നുള്ള പേര് പോകാൻ പോകുന്നില്ല. അപ്പോൾ അതാണ് നമ്മളുടെ ടിപ്പ് നമ്പർ 2. ടിപ്പ് നമ്പർ 3 എന്താന്ന് വെച്ചാൽ 60-40 റൂളാണ്. അപ്പം ഈ ഒരു റൂള് എല്ലാവരും BTech കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞു കേൾക്കാറുണ്ട്. ബട്ട് ഈ ഒരു റൂൾ എന്താന്ന് വെച്ചാൽ 60% നിങ്ങൾ നിങ്ങളുടെ റെഗുലർ എക്സാംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബാക്കി 40% മാത്രമാണ് നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാവൂ. അതായത് ഇപ്പോൾ നിങ്ങൾ റെഗുലർ എക്സാം നിങ്ങൾക്ക് ഒരു തിയറി പേപ്പറാന്ന് വിചാരിക്കാം, അതും ക്രെഡിറ്റ് ഇല്ലാത്ത പേപ്പറാന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെയുള്ള സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കുറച്ച് നേരം നോക്കിയിട്ട് പിന്നെ സപ്ലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താലും വലിയ സീൻ ഉണ്ടാവില്ല. പക്ഷെ അത്രയും കോൺഫിഡൻസ് ഉള്ളവർ മാത്രം ഇങ്ങനെ ചെയ്യണം. അപ്പം ഈ ഒരു 60-40% റൂള് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അതാണ് ടിപ്പ് നമ്പർ 3. ടിപ്പ് നമ്പർ 4 എന്താന്ന് വെച്ചാൽ സ്റ്റഡി സ്മാർട്ട് നോട്ട് ജസ്റ്റ് ഹാർഡ്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം, നമ്മൾ സപ്ലി പഠിക്കാൻ എടുക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തായാലും അതൊന്നും ഓർമ്മ വരാൻ പോകുന്നില്ല. ഇപ്പം ഇന്നലെ പഠിച്ച കാര്യം നമ്മളോട് ഇന്ന് ചോദിച്ചാൽ പലർക്കും ഓർമ്മ കാണില്ല. അപ്പം അതുപോലാണ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച കാര്യം ഇപ്പം നമ്മൾക്ക് എടുക്കുമ്പോൾ എന്തായാലും ഓർമ്മ കാണില്ല. അപ്പം നമ്മൾ ആദ്യത്തെ മോഡ്യൂൾ തൊട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് എല്ലാം വായിച്ച് പഠിച്ചാലാണെങ്കിൽ സമയം ഉണ്ടാവില്ല, നമുക്ക് നല്ല മാർക്കും സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഷോർട്ട് നോട്ട്സ്, ഫ്ലാഷ് കാർഡ്സ്, പോമോഡോറോ മെത്തേഡ്. ഈ പോമോഡോറോ മെത്തേഡൊക്കെ എന്താണെന്ന് ഞാൻ സ്റ്റഡി ടിപ്പ് എന്നുള്ള വീഡിയോ ചെയ്തിരുന്നതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തോട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അങ്ങനത്തെ സമയത്ത് നമ്മൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി മാത്രം പഠിക്കാൻ ശ്രദ്ധിക്കാം. അപ്പം ആ ഒരു കാര്യമാണ് ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത്. ടിപ്പ് നമ്പർ 5 എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റ് റിവിഷൻ. അതായത് ഇപ്പം നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ സപ്ലി ഉണ്ടായെന്ന് എന്തായാലും മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് ഇപ്പോൾ സപ്ലിമെൻ്ററി എക്സാം ഉടനെ തന്നെ കാണില്ലല്ലോ, അതായത് ഇപ്പം നെക്സ്റ്റ് വീക്കൊന്നും കാണില്ലല്ലോ. അപ്പോൾ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് തൊട്ട് സപ്ലി എക്സാം പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. റെഗുലർ എക്സാം ഇതുപോലെ പ്രിപ്പയർ ചെയ്യണം ഞാൻ പറയില്ല. കാരണം റെഗുലർ എക്സാംസ് ഞാനിങ്ങനെ
എന്തുവാ സെമ്മ് തുടങ്ങുമ്പോൾ തൊട്ട് ലാസ്റ്റ് വരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. പലർക്കും എക്സാം ഡേയ്സിൽ റെഗുലർ എക്സാം പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കംഫർട്ടബിൾ. അപ്പോൾ അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ അനുസരിച്ച് ചെയ്യാം. പക്ഷെ സപ്ലിമെൻ്ററി എക്സാം എങ്കിലും അത്യാവശ്യം നിങ്ങൾ എപ്പോൾ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീക്കെൻഡ്സിൽ ഒരു 2 or 3 അവർ ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ പണ്ട് പഠിച്ച കാര്യമാണ് നമ്മൾ പിന്നെയും പോയി എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ഓർമ്മ കാണില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോളിഷ് ചെയ്ത് വെക്കാന്ന് പറയില്ല. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഇടയ്ക്കൊന്ന് പോളിഷ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ബെറ്റർ സ്കോർ ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ടിപ്പ് നമ്പർ 5. ടിപ്പ് നമ്പർ 6 എന്താന്ന് വെച്ചാൽ സോൾവ് പാസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇപ്പൊ സപ്ലിമെന്ററി എക്സാം എഴുതാൻ പോകുന്ന ഒരാൾക്ക് അതിന് മുന്നത്തെ റെഗുലർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും കാണും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും വൃത്തിക്ക് എല്ലാം ഇരുന്ന് ചെയ്ത് നോക്കണം. എല്ലാം ഒരു വട്ടം നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം 3 മണിക്കൂർ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് ശ്രമിച്ചു നോക്കണം. ജസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തനിയെ സോൾവ് ചെയ്ത് അതിൻ്റെ എത്ര മാർക്ക് കിട്ടും നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചുകൂടെ ഹൈ ആവും. അപ്പൊ അതാണ് ടിപ്പ് നമ്പർ 6 എന്ന് വെച്ചാൽ. ടിപ്പ് നമ്പർ 7 1 hour പെർ ഡേ എന്ന് പറഞ്ഞൊരു റൂളാണ്. അപ്പൊ ഈ ഒരു റൂള് നിങ്ങൾക്ക് എത്രത്തോളം നടപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം നിങ്ങളുടെ ക്ലാസ് ഈ സമയത്ത് നടക്കുന്നുണ്ട്, എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിലൊക്കെ സപ്ലിക്ക് 1 hour ഡെയിലി പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. വേണമെങ്കിൽ പറ്റാവുന്നേ ഉള്ളൂ. ഒരു 1 hour നമുക്ക് എന്തായാലും ഫ്രീ ആയിട്ടിരിക്കാൻ കാണും. അപ്പോൾ 1 hour പെർ ഡേ എന്ന് പറയുന്ന ഈ ഒരു റൂൾ എത്ര പേര് നടപ്പിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നടപ്പിലാക്കിയാൽ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പം ഒരു ദിവസം നിങ്ങൾ 1 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ 30 ദിവസം ആകുമ്പോൾ 30 മണിക്കൂർ നിങ്ങൾ ആ സപ്ലിക്ക് വേണ്ടി എടുത്തു. അപ്പം നമുക്കറിയാം ഇപ്പം ടീച്ചേഴ്സ് നമുക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സബ്ജക്റ്റിന് എത്ര മണിക്കൂർ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ 30 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം. എന്തായാലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും. അപ്പം ചെയ്യാൻ പറ്റുന്നവരെല്ലാം മാക്സിമം ചെയ്യാം. ടിപ്പ് നമ്പർ 8 എന്താണെന്ന് വെച്ചാൽ യൂസ് സപ്പോർട്ട്. ഇപ്പം സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിം ക്ലാസ്സിലുള്ളവർക്ക് തന്നെ ഈ സിമിലർ സബ്ജക്റ്റിന് സപ്ലീസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പായിട്ടിരുന്ന് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഇനിയിപ്പം നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ആർക്കും സപ്ലി ഇല്ലെങ്കിലും നിങ്ങൾ കുറച്ച് നല്ലോണം പഠിക്കുന്ന കുട്ടികളൊക്കെ കാണുമല്ലോ. അപ്പം അവരുടെ അടുത്ത് സീക്ക് ഹെൽപ്പ്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾക്ക് മടി വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും നമ്മളുടെ ഫ്രണ്ട്സോ മെൻറ്റേഴ്സോ ടീച്ചേഴ്സോ ആരുടെ അടുത്താണെങ്കിലും നമുക്ക് ഹെൽപ്പ് ചോദിക്കാം. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കുക. എങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ച് മടി പിടിച്ചിരിക്കല്ലേ. നമ്മുടെ കാര്യം നോക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ ഹെൽപ്പ് ചോദിക്കുന്നതിൽ ഇപ്പം ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് ചോദിച്ചാൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഓക്കെ, അതവിടെ ലീവ് ചെയ്യാം. അപ്പം ജസ്റ്റ് ചോദിക്കുന്നതിന് സീനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഹെൽപ്പ് ചെയ്ത് ഗ്രൂപ്പ് സ്റ്റഡി എല്ലാം നടത്തി പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കുറേ കുട്ടികൾ എനിക്ക് നോട്ട്സ് എല്ലാം അയച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ നോട്ട്സൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ അതാണ് ടിപ്പ് നമ്പർ 8 എന്ന് പറയുന്നത്. ടിപ്പ് നമ്പർ 9 എന്താണെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ സ്കോറിംഗ് ടോപ്പിക്സ്. അതായത് സപ്ലി എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഒട്ടും ടൈം ഇല്ലാത്തൊരു സബ്ജക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇന്ന് റെഗുലർ നാളെ സപ്ലി വന്നു, അപ്പോൾ നമുക്ക് ഒട്ടും ടൈമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സപ്ലിമെൻ്ററി എക്സാം വരുന്ന സമയത്ത് സ്കോറിംഗ് ടോപ്പിക്സിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാം. 7 മാർക്സ് 14 മാർക്സ് അങ്ങനെയൊക്കെ ടോപ്പിക്സ് വരുമല്ലോ. നമ്മളുടെ ഇപ്പോൾ റെഗുലർ എക്സാം നിങ്ങൾ എഴുതിയല്ലോ. അപ്പോൾ ഏതാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നിങ്ങൾക്കൊരു ഐഡിയ കാണും. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതാണ് ടിപ്പ് നമ്പർ 9. ടിപ്പ് നമ്പർ 10 ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. 1 പേപ്പർ റിവിഷൻ ഷീറ്റ്. ഈ ഒരു ടിപ്പ് ഞാൻ ചെയ്യാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ റെഗുലർ എക്സാംസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടിപ്പാണ്. ഒരു ഷീറ്റ് മാത്രം, ഒരു A4 ഷീറ്റ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ നമുക്ക് ഒരു കാണാൻ പറ്റുന്ന ഷീറ്റിൽ, അതായത് ഈ ഒരു പ്ലെയിൻ ഷീറ്റിൽ മാത്രം ഒരു മോഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഡയഗ്രാംസ്, ഫോർമുലാസ് അതെല്ലാം എഴുതി വെക്കണം. അത് ഈ ഒരു ഷീറ്റിൽ കൊള്ളണം. കാരണം നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ഷീറ്റിനുള്ളതേ ഉള്ളൂ ആ ടോപ്പിക്കിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന്. ഇത് സപ്ലിമെൻ്ററി എക്സാമിൽ ഭയങ്കര യൂസ്ഫുൾ ആവും. ഈ ഒരു ഷീറ്റിൽ നിങ്ങൾ ആ ഒരു മോഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്ത് വിടുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ ടിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ മോഡ്യൂൾ 1 റിവിഷൻ ഷീറ്റ് എഴുതിയിട്ട് ആ ഒരു പേജിൽ ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം എഴുതുക. അപ്പോൾ പേര് കണ്ടിട്ട് ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരു 2 പോയിന്റ് അതിനെക്കുറിച്ച് ചെറുതായിട്ട് എഴുതി വെക്കാം. എന്നിട്ട് നിങ്ങൾ ബാക്കി ഓർത്തെടുക്കണം. പിന്നെ ഡയഗ്രാംസ്, ഫോർമുലാസ് അങ്ങനെ സംഭവങ്ങളെല്ലാം നിങ്ങൾ അതിൻ്റെ അകത്ത് എഴുതി വെക്കണം. അങ്ങനെ ഒരു ഷീറ്റ് മാത്രം ഒരു മോഡ്യൂൾ. അപ്പം മൊത്തം 3 ബോണ്ട് പേപ്പർ. അപ്പം നിങ്ങൾക്ക് 4 മോഡ്യൂൾ ഉള്ളതുകൊണ്ട് 2 ബോണ്ട് പേപ്പർ മതി. ഓരോത്തിൻ്റെ അപ്പുറത്തെ ഷീറ്റിലായിട്ട് അങ്ങനെ എഴുതി പോവാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ 10 ടിപ്പിൽ ഏതെങ്കിലുമൊക്കെ ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.